പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. നാളത്തെ റോ എപ്പിസോഡിന് വലിയ പ്രത്യേകതകളുണ്ട്. 2026 ആദ്യ റോ എപ്പിസോഡ് 2026 റോ എപ്പിസോഡ് എത്തുമ്പോൾ 2025 നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കപ്പെടുന്ന റോ എപ്പിസോഡ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും വലിയ സക്സസ് സീരീസുകളിൽ ഒന്നായ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന സീരീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റോ എപ്പിസോഡ് കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പൻ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നാളത്തെ റോയിലേക്ക് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സ്, ഇയോ സ്കൈ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ മാക്സിനിയോ ഡുപ്രി, ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു റീമാച്ച് കൂടി ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്നതും ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ CM പങ്ക് നമ്പർ 1 കണ്ടൻഡറായ ബ്രോൺ ബ്രേക്കർ എന്ന ദ വിഷൻ ഫാക്ഷനിലെ അംഗത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഇതിനോടകം തന്നെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മാസങ്ങൾക്ക് ശേഷം റോ എപ്പിസോഡിലേക്ക് ലിവ് മോർഗൻ്റെ ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ലൈറ വൽക്കീരിയ എന്ന റെസ്ലറിനെതിരെയാണ് ലിവ് മോർഗൻ ഒരു 1-on-1 മത്സരം കളിക്കുന്നത്. ലിവ് മോർഗന് വിജയസാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ റോ എപ്പിസോഡിൽ 4 മത്സരങ്ങളാണ് നടക്കാറുള്ളത്. ആ 4 മത്സരങ്ങളും ഇതിനോടൊപ്പം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പങ്കുവെക്കാനുള്ളത് റിട്ടേണുകളെ സംബന്ധിച്ചാണ്. നാളത്തെ റോ എപ്പിസോഡിൽ ക്രിസ് ജെറീക്കയുടെ ഒരു റിട്ടേണിന് എല്ലാവരും ആവശ്യത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട്. ക്രിസ് ജെറീക്കയുടെ റിട്ടേൺ വെറും ഒരു സെഗ്മെൻ്റ് ആയിട്ട് അവസാനിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്രിസ് ജെറീക്കയുടെ റിട്ടേൺ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ സൂചനകൾ റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അവർ നൽകുന്നുണ്ട്. ക്രിസ് ജെറീക്കയുടെ ബ്രേക്ക് ദ വാൾ എന്ന് പറയുന്ന ആ ഒരു വാചകം ആദം പിയേഴ്സ് പ്രിവ്യൂ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ക്രിസ് ജെറീക്കോ നാളത്തെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി ഡിസംബർ 31 പുലർച്ചയോടുകൂടി AEWയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചു. നിലവിൽ ക്രിസ് ജെറീക്കോ ഒരു ഫ്രീ ഏജൻറ്റാണ്. രണ്ടാമത്തേത് ചാഡ് ഗേബിൾ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ റിട്ടേണിനുള്ള ഒരു സാധ്യതയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ PW ഇൻസൈഡർ ഈ ഒരു റിപ്പോർട്ട് ബ്രേക്ക് ചെയ്തതാണ്, നമ്മളും പങ്കുവച്ചതാണ്. ചാഡ് ഗേബിളിനെ നാളത്തെ റോ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചാഡ് ഗേബിളിൻ്റെ ഒരു റിട്ടേൺ മിഡ് കാർഡ് ഡിവിഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കിയേക്കും. മറ്റൊരു റിട്ടേണിന് എല്ലാവരും കാത്തിരിക്കുന്നത് സൂപ്പർ താരമായ OTC റോമൻ റീൻസിൻ്റെ റിട്ടേണിനാണ്. OTC റോമൻ റീൻസിൻ്റെ റിട്ടേണിന് ഒരു സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മെയിൻ ഇവൻറ്റിൽ CM പങ്ക് ബ്രോൺ ബ്രേക്കറിനെതിരെ മത്സരിക്കുമ്പോൾ CM പങ്കിന് ഒരു സഹായ കൈ എന്നുള്ളൊരു രീതിയിൽ റോമൻ റീൻസ് വരികയും ദ വിഷൻ ഗ്രൂപ്പിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും CM പങ്കിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിനുശേഷം CM പങ്കും റോമൻ റീൻസും ഫേസ് ടു ഫേസ് ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണിച്ച് റോ എപ്പിസോഡ് ക്ലോസ് ചെയ്താൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു സാധ്യത അവിടെ തുറന്നിടാൻ പറ്റും. കാരണം റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ റോമൻ റീൻസ് അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ പോലെ വലിയ സ്റ്റാർ പവറുള്ള ഒരു റെസ്ലർ, ആ ഒരു റെസ്ലറിൻ്റെ ഒരു റിട്ടേൺ മെയിൻ ഇവൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂയെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. റോ എപ്പിസോഡ് ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ലൈവ് ലിങ്ക് ലഭിക്കാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.